വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ്സ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നോക്കാം നമുക്ക് എന്താണെന്ന്. നിങ്ങൾക്കിവിടെ കാണാം, ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള 36 ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ LDC കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ LDC പരീക്ഷയുടെ വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ ഇവർ സ്വീകരിക്കുകയുള്ളൂ. ഇതിനോടകം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊഫൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. നോക്കാം നമുക്ക്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 001/2025 ആണ്. തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. ശമ്പള സ്കെയിൽ കാണിച്ചിരിക്കുന്നു 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് +2 അല്ലെങ്കിൽ തത്തുല്യം. സ്കിൽസ് അല്ലെങ്കിൽ എസെൻഷ്യലായിട്ട് വേണ്ട കാര്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒഴിവുകളുടെ എണ്ണം നിലവിൽ 36 ഒഴിവ് ഉണ്ട് എന്നാണ് പറയുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 1/1/2007 2/1/1989 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 തീയതികൾ ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റു പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ്. പരീക്ഷാ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. 500 രൂപയാണ്. SC-കാർ 250 രൂപ, ST-കാർ 250 രൂപ, OBC-ക്ക് 500 രൂപ, ജനറൽ EWS രൂപ 500. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായിട്ടാണ് തുക നിങ്ങൾ അടയ്ക്കേണ്ടത്. യാതൊരു കാരണവശാലും 55 വയസ്സിൽ കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ദേവസ്വത്തിൽ താൽക്കാലികമായോ ദിവസവേതന അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജീവനക്കാർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഒഴിവുള്ള എല്ലാ തസ്തികകൾക്കും അപേക്ഷിക്കാവുന്നതും 1 വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകർക്ക് അപേക്ഷകൾ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധിയിൽ അവർ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ 1 വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ള പക്ഷം അവർക്ക് താൽക്കാലിക സർവീസിനുള്ള അത്രയും കാലത്തേക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റു വിവരങ്ങൾ എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ജോലിയുടെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഇതേപോലുള്ള ജോലി സംബന്ധമായുള്ള അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപേക്ഷ അയക്കേണ്ട വിധം ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓർത്ത് വയ്ക്കുക, 28/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റാണ് പിന്നീട് ഇവിടെ കൊടുത്തിട്ടുള്ളത് www.kdrb.kerala.gov.in. ഫോട്ടോ ID കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾക്ക് വിജ്ഞാപനത്തിൻ്റെ പാർട്ട് 2-ൽ കൊടുത്തിരിക്കുന്ന പൊതുവ്യവസ്ഥകൾക്ക് നിർബന്ധമായിട്ടും നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ കൂടുമല്ലോ. താങ്ക് യു. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.